പണി പാതിയിൽ നിന്നതും പണി പൂർത്തിയായിട്ടും ഒരു ഗുണവുമില്ലാത്തതുമായ ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ആസൂത്രണ പിഴവിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും സ്തംഭങ്ങളാണിവ. പൊതുപണം പാഴായ അത്തരം പദ്ധതികളിലേക്ക് 24 എന്ന ക്യാമറ ധരിച്ചു. അധികാരികൾ കണ്ടില്ലെന്നടിക്കുന്ന നഷ്ടക്കണക്കിൻ്റെയും പാഴ്വേലയുടെയും വിവരങ്ങളാണ് വെള്ളാനകളുടെ നാട് എന്ന ലൈവ് തോണിൽ 24 പുറത്തുവിട്ടത്. നികുതിപ്പണം പാഴാക്കിയ കെടുകാര്യസ്ഥതയ്ക്ക് ആരാണ് മറുപടി പറയുക? ഭൂമിക്ക് ഭാരമായ ഈ കെട്ടിടങ്ങൾ ഇനി എന്തു ചെയ്യും? പൊതുജനത്തിന്റെ ഈ ചോദ്യങ്ങളാണ് 24 ലൈവത്തോൺ ഇന്ന് അധികാരികൾക്ക് മുന്നിൽ വെച്ചത്. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അലി ബിൽഡേഴ്സിനെ ഫേവർ ചെയ്യുന്ന ഒരു നടപടിയാണ് ഗവൺമെന്റ് എടുത്തത്. 18 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം തുടങ്ങുന്നത്. ഇതിന്റെ അവസ്ഥ എന്നത് വളരെ ദയനീയമാണ്. ഇതിനൊരു മാറ്റം വേണം. ഒന്നെങ്കിൽ ഇത് ഉപയോഗപ്രദമായ രീതിയിൽ പണിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ട് പകരം ഒരു സംവിധാനം കൊണ്ടുവരണം. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് കരുതിയ കോട്ടയത്തെ ആകാശപാത ഇന്ന് നാടിന് നാണക്കേടാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അനാഥമായി കിടക്കുന്ന ബഹുനില കെട്ടിടത്തിന് പിന്നിലുണ്ട് പാഴായിപ്പോയ 50 കോടിയിലധികം രൂപയുടെ കണക്ക്. 17 കോടി 39 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച് 3 വർഷം പിന്നിട്ടെങ്കിലും കണ്ണൂർ ആറളം ഫാമിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. മലപ്പുറം തിരൂരിൽ റെയിൽവേ മേൽപ്പാലം രണ്ടറ്റവും കൂട്ടിമുട്ടാതെ 4 തൂണിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞു. കൊല്ലം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം പെരുവഴിയിലായിട്ട് 3 വർഷമായി. തൃക്കാക്കര നഗരസഭയിൽ കോടികൾ മുടക്കി പണിത ഷോപ്പിംഗ് കോംപ്ലക്സ്. തൊഴിൽ വകുപ്പ് സബ്സിഡിയിൽ 6 കോടി രൂപ ചെലവിട്ട് പെരുമ്പാവൂരിൽ നിർമ്മിച്ച ജനനി ഫ്ളാറ്റ്. പാഴായി കിടക്കുന്ന കളമശ്ശേരിയിലെ ഇൻഡോർ സ്റ്റേഡിയം. അശാസ്ത്രീയ നിർമ്മാണം കാരണം വെറുതെയായിപ്പോയ കോഴിക്കോട്ടെ KSRTC ബസ് ടെർമിനൽ. 30 വർഷമായി അവഗണന നേരിടുന്ന പത്തനംതിട്ടയിലെ സുബല പാർക്ക്. കോർപ്പറേഷന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് കണ്ടെത്തലായി വന്നതാണ്. 3 വർഷം മുൻപ് പണി കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടും ഈ കെട്ടിടം ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ നിന്നു പോകുന്നു എന്നുള്ളതാണ്. കോടികൾ മുടക്കി ഇത്തരത്തിലൊരു കെട്ടിടം തുടങ്ങിയത്, പക്ഷേ 10 വർഷം പിന്നിടുമ്പോഴും അത് രോഗികൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പല പദ്ധതികളും സാങ്കേതിക പ്രശ്നങ്ങളിലും വകുപ്പുതല തർക്കങ്ങളിലും കുരുങ്ങിക്കിടക്കുകയാണ്. ദീർഘവീക്ഷണമില്ലായ്മയും തിരിച്ചടിയായിട്ടുണ്ട്. പ്രഖ്യാപിത ലക്ഷ്യം നിറവേറിയില്ലെങ്കിലും കെട്ടിടങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള ക്രിയാത്മക ഇടപെടൽ ഇനിയെങ്കിലും ആവശ്യമാണ്. അനാസ്ഥയുടെ സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും പൊതുജനം ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് 24.